ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഗൈസ്, ഇന്ന് ഞങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് ഫോൺ തോണ്ടിക്കൊണ്ടിരിക്കും. എനിക്ക് പെട്ടെന്ന് തോന്നി എപ്പോഴും ഈ ഫോണിലാണല്ലോ നമ്മൾ കളിക്കുന്നത്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഞങ്ങൾ ഫാമിലി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇരുന്ന് ഓഫ്ലൈൻ ഗെയിംസ് ഒക്കെ കളിക്കുമ്പോൾ ഭയങ്കര രസമാണ്. അപ്പൊ ഞാൻ പറഞ്ഞ എല്ലാവരും ഫോൺ മാറ്റിയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഫണ്ണി ആയിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കളിച്ച് ചിരിച്ച് കളിക്കാൻ പറ്റുന്ന ഒരു കളി കളിക്കാന്ന്. അങ്ങനെ ആലോചിച്ചപ്പോൾ തോന്നി ഞങ്ങൾ ഏറ്റവും കൂടുതലും എന്റർടൈൻ ചെയ്ത് കളിക്കുന്നതാണ് ലുഡോ ബോർഡ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെട്ടുന്നു, കുത്തുന്നു, കളിയാക്കുന്നു, തോക്കുന്നു, പരാതി പറയുന്നു, തെറ്റുന്നു, അങ്ങനെ ഭയങ്കര രസമായിരിക്കും. അങ്ങനെ ലുഡോ ബോർഡ് കളിക്കാന്ന് വിചാരിച്ച് തീരുമാനിച്ച് ചെന്ന് നോക്കുമ്പോഴാണ് മനസ്സിലായത് ഞങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്ന പഴയ ലുഡോ ബോർഡ് ആകെ നാശമായിട്ട് കാണാനില്ല. അത് പറ്റാണ്ടായി പോയിട്ടുണ്ട്. ഒരു ഡൈസ് മാത്രമേ ബാക്കിയുള്ളൂ. പിന്നെ ഫോൺ കളിക്കുക എന്നുള്ളതാണ് അടുത്ത ഓപ്ഷൻ. പക്ഷെ അത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ആദ്യം തന്നെ നമ്മൾ വെട്ടി ഒഴിവാക്കിയ ഓപ്ഷൻ ആണല്ലോ. എന്ന് വെച്ചിട്ട് ഞാൻ വിട്ടുകൊടുക്കൂ, ഇല്ലെങ്കിൽ നമ്മൾ ലുഡോ ബോർഡ് ഉണ്ടാക്കി കളിക്കും. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലുഡോ ബോർഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, അത് പിന്നെ ഞങ്ങൾ രസമായിട്ട് കളിക്കുന്ന ഒരു വീഡിയോ ആണ്. സോ എന്റെ കൂടെ നിങ്ങളും കൂടിക്കോ, നമുക്ക് രസമായിട്ട് ഒരു ലുഡോ ബോർഡ് ഉണ്ടാക്കാം. അതും ചെറുതല്ല, വലുത് തന്നെയാണ്. ഞങ്ങൾ ഇന്ന് ലുഡോ ബോർഡ് ഉണ്ടാക്കാൻ പോകുന്നു. പോക്കൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഓനാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. കുറേ ദിവസമായിട്ട് മൂപ്പര് ഇങ്ങനെ പറയാൻ തുടങ്ങണ്ടായിരുന്നു, ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കുക എന്തെങ്കിലുമൊക്കെ വെരി ഇവനക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഉണ്ടാക്കണത്. ലുഡോ ബോർഡ് പിന്നെ അവന് ഉണ്ടാക്കിയതിൽ കളിച്ചിട്ടില്ല, ഈ ഫോണിൽ കളിച്ച ശീലേ ഉള്ളൂ. പക്ഷെ നമ്മളെല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ചെയ്യേ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം. എന്നാ പിന്നെ തുടങ്ങിയല്ലേ നമുക്ക്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ചെറുതല്ല വലുത് തന്നെയാണ് ഉണ്ടാക്കാൻ പോണതെന്ന്. അതുകൊണ്ട് A4 ഷീറ്റും പേപ്പറൊന്നും വേണ്ട, ഈ കാണുന്ന ചാർട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. ചാർട്ടിലൊക്കെ ആകുമ്പോൾ കുറച്ച് ടാസ്ക് ഉണ്ടാവും, വരക്കാനും പെയിന്റ് അടിക്കാനൊക്കെ ആയിട്ട്. അതുകൊണ്ട് ഒരു ദിവസം മുഴുവനായിട്ടും ഇതിന് മാറ്റി വെക്കണം. മൂപ്പരാണെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യാന്നും പറഞ്ഞ് വന്ന് നിൽക്കുകയാണ്. മൂപ്പരെ കൊണ്ട് എന്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും എനിക്ക് മനസ്സിലാവണില്ല. അപ്പൊ ആദ്യം തന്നെ ഈ കാണുന്ന ചാർട്ട് നമുക്കൊന്ന് അളവെടുത്തിട്ട് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കും. ബിക്കോസ് ചാർട്ടിന് നീളം കൂടുതലായിരിക്കും. പക്ഷെ നമ്മുടെ ലുഡോ ബോർഡ് സ്ക്വയർ ഷേപ്പിലായാലേ കറക്റ്റ് അളവെടുത്തിട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഈ ചാർട്ടിന്റെ വീതി ഉണ്ടല്ലോ, അത് എത്രയാണ് അളവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീളത്തിലും അതേ അളവെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്തെടുക്കാം. ബാക്കി വരുന്ന പീസ് മാറ്റി വെച്ചോളി, നിങ്ങൾക്ക് ഉപകാരം. അപ്പൊ ഞാൻ ഇവിടെ ഓൾമോസ്റ്റ് അളവൊക്കെ എടുത്ത് ലൈൻ ചെയ്തതിന് ശേഷം ഇവിടെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. കത്രികയുടെ കോലൊന്നും നോക്കണ്ട, എന്റെ പഴയ ജാമ്പുവാന്റെ കാലത്തുള്ള കത്രികയാണ്. അപ്പൊ അതേ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്കിത് ഏകദേശം ഒരേ അളവിൽ കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് പിള്ളേച്ച പണി. ഒരു പിൻട്രസ്റ്റ് റെഫറൻസ് ആദ്യം തന്നെ എടുത്തു വെച്ചോളി ഒരു ലുഡോ ബോർഡിന്റെ. ഇനി നമുക്ക് ചാർട്ടിന്റെ 4 വശങ്ങളിലും അത്യാവശ്യം വലുപ്പത്തിൽ വരുന്ന ഓരോ സ്ക്വയർ ബോക്സുകൾ വരച്ചു കൊടുക്കാം. 4 സൈഡും നമ്മള് ഓരോ സ്ക്വയർ വരച്ചതിന് ശേഷം അതിന്റെ നടുഭാഗത്ത് ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിയെല്ലാം യോജിപ്പിച്ചിട്ട് ഒരു ക്രോസ് കൊടുക്കുക. ഇതാണ് നമ്മൾ 4 കളറിലും ലാസ്റ്റ് വന്ന് നിൽക്കണ ആ ഒരു പോർഷൻ. ഇനി നമുക്ക് ഈ ഭാഗത്ത് ഏകദേശം ഇവിടുന്ന് ഒരു 5 സെന്റിമീറ്റർ, ഇവിടെ നമുക്കൊരു 6 എണ്ണാണ് ഇങ്ങനെ വേണ്ടത്. അപ്പൊ ഏകദേശം ഒരു 3.4 അല്ലെങ്കിൽ ഒരു 3.5 ആ ഒരു അളവിൽ എന്ത് ചെയ്യാം, ഒരു 3 ലെയർ ആക്കിയിട്ട് വരച്ചു കൊടുക്കും. ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഞാൻ. മെഷർമെന്റ്സ് പിന്നെ ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും, കാരണം നമ്മൾ എടുക്കുന്നതിനനുസരിച്ച്. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന പേപ്പേഴ്സിന്റെ ഒക്കെ വലുപ്പത്തിനനുസരിച്ച് മെഷർമെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. ഇനി നമുക്ക് മെഷർമെന്റ്സ് ഒക്കെ അടയാളപ്പെടുത്തിയതിനു ശേഷം ഇതുപോലെ ലൈൻ ചെയ്ത് കൊടുക്കാം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ താഴോട്ടേക്ക് ഏകദേശം 6 കള്ളികളും സൈഡിലോട്ടേക്ക് 3 എണ്ണം വരുന്ന രീതിയിൽ ഇങ്ങനെയാണ് കേട്ടോ ലൈൻ ചെയ്തെടുക്കേണ്ടത്. കുറച്ചല്ല, കുറച്ചധികം ക്ഷമയൊക്കെ വേണം. പക്ഷെ ഫൈനൽ ലുക്ക് കാണാനായിട്ട് നല്ല കിടുവാണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും വീട്ടിലിരുന്ന് കളിക്കുമ്പോൾ അതിലേറെ കിടുവാണ്. അങ്ങനെ വരച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബ്ലാക്ക് കളർ പെൻ എടുത്തിട്ട് അല്ലെങ്കിൽ ബ്ലാക്ക് കളർ സ്കെച്ച് എടുത്തിട്ട് എല്ലാ ലൈൻസും ഒന്ന് ബ്ലാക്ക് കളറിലോട്ട് ആക്കി കൊടുക്കും. ഇനിയിപ്പോ അടുത്ത പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള 4 ബോക്സിലും 4 കളറിൽ വരുന്ന കോയിൻസ് വെക്കാനായിട്ടുള്ള റൗണ്ട് വരച്ചെടുക്കണം. ഒരേ വലുപ്പമായിരിക്കുന്ന റൗണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ഫാബ്രിക്കിന്റെ കളറിന്റെ കുപ്പി ഉണ്ടല്ലോ, അത് അത്യാവശ്യം ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ട്. അതുകൊണ്ട് അതിന്റെ ഒരു അളവിനാണ് ഇവിടെ റൗണ്ട് വരച്ചു കൊടുക്കുന്നത്. നിങ്ങളോട് പിന്നെ നേരത്തെ ഞാൻ ചാർട്ട് കട്ട് ചെയ്യണ സമയത്ത് ഒരു കുഞ്ഞു പീസ് ഉണ്ടായിരുന്നല്ലോ, അത് മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു പീസിൽ ഇതേ അളവിൽ റൗണ്ട് വരച്ചതിന് ശേഷം കളർ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലുമൊക്കെ കാർഡ്ബോർഡോ അല്ലെങ്കിൽ കട്ടിയുള്ള പേപ്പറോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊട്ടിച്ചിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കോയിൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഞാനത് നേരത്തെ തന്നെ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെവീദുവിന്റെ കയ്യിൽ ഒരു കളറായിട്ട് റൗണ്ടിൽ വരുന്ന ഒരു കളിപ്പാട്ടുണ്ട്. ഞാൻ അതാണ് ഇവിടെ കോയിനായിട്ട് എടുക്കാന്ന് വിചാരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കോയിന് കയ്യിലില്ലെങ്കിൽ ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയ ആണ് ഞാനിപ്പോ പറഞ്ഞു തന്നത്. അപ്പൊ ഗൈസ്, ഇത് നമ്മുടെ ഒരു കോളം ആണ്. ഇവിടെ നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ ആദ്യത്തെ ഇങ്ങോട്ടേക്കാണ് ഇറങ്ങി, രണ്ടാമത്തെ കോളത്തില്. ഇവിടെ നമ്മൾ ഇങ്ങനെ പോയിട്ട് ഇങ്ങോട്ടേക്ക് കയറിയാൽ ഇവിടുന്ന് 4ാമത്തെ കോളം, അതായത് 1 2 3 4 ഇവിടെ എത്തുമ്പോഴാണ് നമ്മളൊന്ന് സേഫ് ആവുക. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റാർ വരച്ചു കൊടുക്കാം. ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ ഇവിടെ ഒരു സ്റ്റാർ. ആൻഡ് ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇവിടെ 1 2 3 ഇതിന്റെ ഉള്ളിലോട്ടാണ് ഒരു കോയിന് കയറാൻ പോവുക, അതായത് ഈ ഒരു കളറ്.
അപ്പൊ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇങ്ങനെ ഡൗൺ ആയിട്ടൊരു ആരോയും വരച്ചു കൊടുക്കാം. ഓൾമോസ്റ്റ് നമ്മുടെ ലുഡോ ബോർഡിന്റെ ഔട്ട്ലൈൻസും കാര്യങ്ങളൊക്കെ വരച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതാണ് കളറിംഗ് പരിപാടി. ഇതാണ് കുറച്ച് ടൈം എടുക്കുന്നതും കുറച്ച് ടാസ്ക് ഉള്ളത്. അപ്പൊ ഞാനിവിടെ ഫസ്റ്റ് തന്നെ അടിക്കുന്നത് വയലറ്റ് കളറാണ്. ഫാബ്രിക്കിന്റെ പെയിന്റ് ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ ഒരു കാലത്തും പെട്ടെന്നൊന്നും നാശായി പോലെ നമ്മുടെ ഈ ഒരു ബോർഡ്. അടിക്കുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് തന്നെ അടിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ ഇതാ എന്റെ പോലെ തന്നെ അശ്രദ്ധയിലിരുന്ന ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പണി കിട്ടും. ഞാൻ പിന്നെ കുറെ നേരം മെനക്കെട്ടിട്ടാണ് കുറച്ചൊക്കെ ഒന്ന് അത് കവർ ചെയ്തെടുത്തത്. അപ്പോൾ വയലറ്റ്, റെഡ്, ഗ്രീൻ, യെല്ലോ ഈ 4 കളറാണ് ഞാൻ ചൂസ് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്കും ഇഷ്ടമുള്ള കളേഴ്സ് ചൂസ് ചെയ്യുക. ഇന്ന കളർ എടുക്കണം എന്നൊന്നുമില്ല. പിന്നെ നിങ്ങൾ ആ ഒരു കളർ തന്നെ നിങ്ങളുടെ കോയിൻസിനും അടിച്ചു കൊടുക്കണം എന്നുള്ളൂ. കളർ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ എനിക്ക് പിന്നെ തോന്നി കളർ ചെയ്തതിന് ശേഷം ബ്ലാക്ക് കളർ വെച്ചിട്ട് ഔട്ട്ലൈൻസ് വരച്ചു കൊടുത്താൽ മതിയായിരുന്നു എന്ന്. കാരണം കളർ ചെയ്ത് കഴിയുന്ന നേരത്തെ ആ ഒരു ബ്ലാക്ക് കളേഴ്സ് ഒക്കെ ഒന്ന് മങ്ങി പോകുന്നുണ്ട്. ഞാൻ രണ്ടാമത് വീണ്ടും ഇരുന്നിട്ട് വരക്കുമായിരുന്നു ചെയ്തിട്ട്. അങ്ങനെ ഗൈസ് കുറെ നേരത്തെ അധ്വാനത്തിന് ശേഷം നമ്മുടെ കളറിംഗ് പരിപാടി കഴിഞ്ഞു. കളർ ചെയ്ത് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ലുഡോ ബോർഡിന്റെ ആ ഒരു 90% ലുക്കും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറച്ചേരം ഇരുന്ന് മെനക്കെട്ടോണ്ടാ തോന്നുന്നു. വലിയ ബോർഡ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും വിശാലായിട്ടിരുന്ന് കളിക്കാം. ആർക്കും കള്ളപ്പറക്ക് കൂട്ടാനൊന്നും പറ്റില്ല. അപ്പൊ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാ. എന്നിട്ട് പഴയതുപോലെയൊക്കെ ലുഡോ ബോർഡും പാമ്പും കോണിയും. പിന്നെ ഞാനിവിടെ കോയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു സംഭവമാണ്. ഇത് നെവീദുവിന്റെ എന്തൊരു കളിക്കണ കളിപ്പാട്ടാണ്. ഇതിൽ ഏകദേശം ഞാൻ എടുത്ത എല്ലാ കളറിലും വരുന്ന 4 കോയിൻസ് അവൈലബിൾ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടെന്നൊരു വഴി ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ ഉണ്ടാക്കി. മെഷർമെന്റ്സ് കറക്റ്റ് ആയാൽ മാത്രം മതി. ബാക്കിയൊക്കെ ഭയങ്കര സിമ്പിൾ പ്രോസസ് ആണ് ലുഡോ ബോർഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കുറച്ച് സമയം എടുക്കും ഇതുപോലെ വലിയ ലുഡോ ബോർഡ് ഉണ്ടാക്കാൻ. ചെറുതാണെങ്കിൽ ഇത്ര പണി ഉണ്ടാവില്ല. അപ്പൊ എപ്പോഴും ഈ ഫോണിൽ തന്നെ തോണ്ടി കളിച്ചിരിക്കാതെ വല്ലപ്പോഴൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് അടിപൊളിയായിട്ട് ഫാമിലി ആയിട്ട് എന്റർടൈൻ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഓഫ്ലൈൻ ഗെയിംസും കൂടി കളിക്കാം. സോ നിങ്ങൾക്ക് ഇതുപോലെ ഫേവറേറ്റ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ഗെയിംസ് ഉണ്ട് എന്നാണെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. നമുക്ക് അതും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കളിക്കാവുന്നതാണ്. അപ്പൊ എന്റെ കൂടെ തന്നെ കൂടി നിങ്ങളും ഈ ഒരു സാധനം ഉണ്ടാക്കി ഫാമിലി ആയിട്ട് കളിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ ലുഡോ ബോർഡ് മാറ്റി ഇനി വേറെ എന്തെങ്കിലും പുതിയ ഗെയിം ബോർഡ് ഉണ്ടാക്കുന്നതായിട്ട് ഉടനെ തന്നെ നമ്മൾ വരുന്നതായിരിക്കും. അപ്പൊ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും മറക്കണ്ട. അപ്പോ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റുകൾ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയാം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.